ഇനി നമ്മൾ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. പ്രധാനമായും മിക്ക പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് വാർത്ത, പിന്നെ കോതമംഗലത്തുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അത് നിരവധി വാർത്തകൾ, അത് ഫ്രണ്ട് പേജിൽ മാത്രമല്ല പിന്നീട് പല വാർത്തകളായിട്ട് നൽകിയിട്ടുണ്ട് മിക്ക പത്രങ്ങളും. ഒപ്പം ശമ്പള പ്രതിസന്ധി വലിയ വാർത്തയാകുന്നു പത്രങ്ങൾക്ക്. കൊച്ചി മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നാളെ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുമെന്നുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ വോട്ടിനോ പ്രസംഗത്തിനോ കോഴ വാങ്ങിയാൽ സാമാജികർക്ക് നിയമ പരിരക്ഷയില്ല എന്നുള്ളൊരു സുപ്രീം കോടതി വിധി. അത് ഇന്നലെ മീഡിയ വൺ വലിയ പ്രാധാന്യത്തോടെ നൽകിയ വാർത്തയാണ്. അതും മിക്ക പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. അത് മാധ്യമത്തിൽ നിന്നുള്ള വാർത്തയാണത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയാണ്. അതായത് കുടിശ്ശികയുണ്ട്. സ്റ്റെന്റ്, വാൽവ് അടക്കമുള്ള വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കുടിശ്ശിക തുക നൽകാത്തതുകൊണ്ട് ഇത് പ്രതിസന്ധിയിലാവുകയാണ്. ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് 30 കോടിയോളം അടുത്താണ് ഈ കുടിശ്ശിക വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്ത മനോരമയിൽ നിന്നുള്ളതാണ്. അതായത് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു, അതുകൊണ്ട് തന്നെ നഷ്ടം 3764 തസ്തിക എന്നുള്ളതാണ്. കാരണം പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞത് മൂലം ഈ അധ്യയന വർഷം ഇല്ലാതാവുക 3764 തസ്തികകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മനോരമയിൽ നിന്നുള്ളത്. ഹിന്ദു കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത, നമുക്ക് സ്ഥിരമായി ഈ ഫോണുകളിൽ ഫ്രോഡ് കോൾസ്, സ്പാം കോൾസ് ഒക്കെ വരാറുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കേന്ദ്രം ഒരു പുതിയ ഒരു പ്ലാറ്റ്ഫോം ഇറക്കിയിരിക്കുകയാണ്. ചക്ഷു എന്നാണ് അതിൻ്റെ പേര്. അതിലൊരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, sanjarsathi.gov.in. അതിൽ കയറി ഇത്തരം കോളുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു വാർത്തയാണ് ഹിന്ദുവിൽ പ്രധാനമായി നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ നിന്നുള്ളതാണ്. അത് ഈ അർബുദബാധിതനെന്ന് സ്ഥിരീകരിച്ച് സോമനാഥ് എന്നുള്ള വാർത്തയാണ്. അത് ആദിത്യ L1 വിക്ഷേപണ ദിവസം രാവിലെ തനിക്ക് വയറ്റിൽ അർബുദബാധയുണ്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന വെളിപ്പെടുത്തലാണ് ISRO ചെയർമാൻ എസ് സോമനാഥ് നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് മാതൃഭൂമിയിലുള്ളത്. ഒപ്പം തന്നെ മാതൃഭൂമിയിൽ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഡയറക്ടർ ബോർഡിൽ ഒരു വനിതയെങ്കിലും വേണമെന്ന നിയമം പാലിക്കാത്തതിനാൽ 6 വർഷത്തിനിടെ രാജ്യത്ത് 507 കമ്പനികൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി മാതൃഭൂമി അതീവ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. എന്തായാലും നമുക്ക് സമയം ഇങ്ങനെ കഴിയുകയാണ്. പക്ഷേ അതിന് മുമ്പ് വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ മുഴുവൻ കമൻറ്റുകളല്ല, ഞാൻ രാവിലെ ന്യൂസ് മോർണിംഗ് തുടങ്ങിയപ്പോഴൊരു കാര്യം ചോദിച്ചിരുന്നു. അതായത് ഈ അപൂർവമായ പേരുകളുള്ള ആളുകളുടെ കാര്യം ചോദിച്ചിരുന്നു. അതിന് കുറച്ച് ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിരിക്കുന്നത് ദുൽകിഫിലി എന്നാണ്. അതൊരു അപൂർവ പേരാണെന്ന് തോന്നുന്നില്ലേ? ദുൽകിഫിലി എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് ലൈദാൻ എന്ന് പറയുന്ന ഒരു പേര് പറയുന്നുണ്ട്. അപ്പം എൻ്റെ മോളുടെ പേര് അസ്ജിഹ എന്നാണെന്ന് പറയുന്നുണ്ട്. അസ്ജിഹ എന്നൊക്കെയുള്ളത് എനിക്ക് തോന്നുന്നു യുണീക്ക് നെയിം തന്നെയാണ് അല്ലേ? അധികം ആരും കേട്ടിട്ടില്ല. അമീഖ എന്നൊരു പേര്. ഷൈമൽ ഒരു യുണീക്ക് നെയിമാണോ? എനിക്കറിയില്ല. ഒപ്പം തന്നെ അങ്ങനെ നിരവധി ആളുകൾ അവരുടെ പേരുമായി ബന്ധപ്പെട്ടുള്ള കുറേ പേരുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പേരുകളും വായിക്കുന്നില്ല. ഫത്താവ്, സിസിനി എന്നൊരു പേര് പറയുന്നുണ്ട്. ഷംലാൻ എന്ന് പറയുന്നു. ഫിദ എന്ന് പറയുന്നുണ്ട്. ഫിദ എനിക്ക് തോന്നുന്നു ധാരാളം കേട്ടിട്ടുള്ളൊരു പേരാണല്ലേ? ശരി, എന്തായാലും എനിക്ക് സമയം വളരെ കുറവാണ്. കാരണം ഇനി ഒരുപാട് ആളുകൾ അനീഷ പവർ ഒരു യുണീക്ക് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അനീഷയോട് ഞാൻ ചോദിക്കാതൊരു യുണീക്കാണോ എന്ന്.